പറയുമ്പോൾ റബ്ബർ അധിഷ്ഠിത റബ്ബറാണ് എല്ലാവരും 2 സെന്റ് ഉള്ള ആളിനെ സംബന്ധിച്ചും പത്തനംതിട്ട ജില്ലയിലെ ഒരു പഞ്ചായത്താണ് 2 സെന്റ് ഉള്ള ആളിനെ സംബന്ധിച്ചും ഒരു റബ്ബർ വെക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. നിങ്ങളെയാണെങ്കിൽ തരിശു ഭൂമി 60 ഹെക്ടർ ഉണ്ടായിരുന്നു, 24 ഹെക്ടർ കൃഷിയോഗ്യമാക്കി. ബാക്കിയുള്ളത് എന്താണ്? ബാക്കി ഇനിയിപ്പോ ഒരു 10 ഹെക്ടറാണ് ഇപ്പൊ ഈ വർഷം ഞങ്ങളുടെ അവസാനമായിട്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ നിലനിൽക്കുന്ന ഒരു 10. അല്ല, തരിശായിട്ട് കിടക്കുന്നതിന്റെ കാരണം അല്ല, ഈ 10 ഹെക്ടർ നമ്മൾ പലതരത്തിലും ഇനി കൃഷി ചെയ്യാൻ ഇപ്പൊ നിലയിൽ സാധ്യതയില്ലാത്ത പ്രദേശമാണ്. പണ്ട് ഈ ഇഷ്ടിക ചൂളയ്ക്കൊക്കെ വേണ്ടി മണ്ണെടുക്കുകയും ഒക്കെ ചെയ്ത് പിന്നെ ഒരു പരമാവധി അത് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള തരിശാക്കിയതെല്ലാം നശിപ്പിച്ചത് തന്നെയാണ്. അപ്പൊ അതിനെ ഉദ്ധരിക്കാനായിട്ടുള്ള മാർഗങ്ങൾ ഇനി പല പ്രദേശങ്ങളിലും അത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടികളങ്ങളൊക്കെ തന്നെ കൃഷിയിടങ്ങളാക്കി മാറ്റിയ കുറെ കാര്യങ്ങളൊക്കെ പലയിടത്തും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ നടപ്പിലാക്കുന്നതിന് മുൻകൈ എടുക്കാനുള്ള ശ്രമത്തിൽ കൂടാണ്. അടുത്ത വർഷം ഈ ഇഷ്ടികളമാക്കിയത് നമ്മൾ പുനരുദ്ധരിച്ച് ആക്കാനുള്ള വലിയൊരു ശ്രമത്തിൽ തന്നെയാണ്. ഇതില് എനിക്ക് സന്തോഷമുള്ള വേറൊരു കാര്യം, 2 ജൈവ കർഷകർ, രജിസ്റ്റേർഡ് കർഷകരുണ്ട് അവിടെ. ഇതേവരെ കണ്ട പഞ്ചായത്തുകളിലൊന്നും അതുണ്ടായിട്ടില്ല. ഇവർ പരിപൂർണമായും ജൈവ കൃഷിക്കാർ തന്നെയാണ്. അതേതായാലും എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, ചെയ്തവർക്കുള്ള ഗുണം എന്താണ്, ഇതിൽ നിന്ന് ഉൽപാദനം വർദ്ധിക്കുന്നുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഭാവിയിലേക്ക് അത് മെച്ചമാകും. എനിക്ക് നിങ്ങളുടെ ശുചിത്വ വിദ്യ, ആരോഗ്യ വിദ്യ നല്ലൊരു പരിപാടിയായിട്ട് തോന്നുന്നു. പക്ഷെ സ്കൂളിൽ മാത്രമായിട്ട് നിങ്ങൾ ഈ ശുചിത്വം ഒതുക്കുന്നതായിട്ട് ഇപ്പോൾ ഇവിടെ പ്രസാദ് മാഷ് പറഞ്ഞ പോലെ മാർക്കറ്റിലോ മറ്റെങ്ങും തന്നെ ശുചിത്വത്തിന്റെ യാതൊരു പരിപാടിയും നിങ്ങൾ നടത്തിയിട്ടില്ലായിട്ടാണ് ഈ ഫോമിൽ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്? ശുചിത്വവിദ്യ, ആരോഗ്യവിദ്യ സ്കൂൾ കേന്ദ്രീകരിച്ച് ആ കുട്ടികളും അവരുടെ കുടുംബത്തിലും അത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിച്ചിട്ടുള്ളത്. പിന്നെ മാലിന്യം പുറത്ത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാക്കുന്ന ഒരു മാലിന്യ പ്രശ്നങ്ങൾ ഒരു ഉൾപ്രദേശത്തെ ഗ്രാമം എന്നുള്ള രൂപത്തിൽ മാലിന്യ പ്രശ്നങ്ങൾ വലുതായിട്ട് നമ്മൾ മുന്നിൽ വരുന്നില്ല. പിന്നെ നിങ്ങളുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ നിങ്ങൾ 70 വോളണ്ടിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്. ഇവര് 70 പേരും വേറെ ജോലിക്കൊന്നും പോകുന്നില്ല ഇതിനായിട്ട്? അങ്ങനല്ല, ഇവർക്ക് മാസത്തില് പിന്നെ ഒരു ദിവസം 2 പേര് മതിയാവും. നമുക്ക് റൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് ഇവർക്ക്. ചില പേർക്ക് 10-40 ദിവസം കൂടുമ്പോൾ ഒരാൾക്ക് പോകേണ്ട വരത്തുള്ളൂ. 2 ദിവസം കൊണ്ട് ഇവർ എല്ലാ വീടുകളും ആഴ്ചയിൽ 2 ദിവസമാണ് നമുക്ക് ഹോം കെയർ ഉള്ളത്. അപ്പൊ അതിനകത്ത് നമുക്കിപ്പോ 152 പേഷ്യന്റാണ് ഉള്ളത്. അപ്പൊ അതിനകത്ത് നമ്മൾ അവരെ 3 തരം തിരിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ പോകേണ്ടവര് പേഷ്യൻസ്, അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പം പോകേണ്ടത്, 1 മാസം കൂടുന്നുണ്ടവര്. അപ്പൊ ഈ പിന്നെ ഇവർക്ക് നമ്മൾ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് വാളണ്ടിയേഴ്സിന്. അപ്പൊ ഒരു വാളണ്ടിയറിന് ഒരു പക്ഷേ ഒരു 40 ദിവസം കൂടുമ്പോൾ മതി ഹോം കെയറിന് പോയാൽ മതി. ബ്ലഡ് ബാങ്ക് അല്ല, നിങ്ങൾ പറഞ്ഞത് സാക്ഷരത, രക്തസാക്ഷരത എന്ന് പറഞ്ഞ പരിപാടി നമ്മളത് നമ്മൾ ചെയ്തെന്ന് പറയുമ്പോൾ 6 വാർഡുകൾ നമ്മൾ ചെയ്താൽ. അപ്പൊ അത് ഈ ഇവിടെ ക്യാമ്പ് നമ്മൾ വെച്ചിട്ട് ബ്ലഡ് കൊടുക്കാൻ കഴിയുന്ന ഏജിലുള്ളവരുടെ ബ്ലഡിന്റെ ഗ്രൂപ്പ് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡയറക്ടറി ആയിട്ട് മുഴുവൻ വാർഡിലും ചെയ്തിട്ട് അത് പ്രസിദ്ധീകരിച്ചു കൊടുക്കാനാണ്. നിങ്ങൾ നേരത്തെ ഇവിടെ അവതരിപ്പിച്ചപ്പോൾ കുട്ടികളുടെ 10 വയസ്സ് മുതലുള്ള കുട്ടികളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഡയബറ്റിക്കിന്റെ സാധ്യതകളെ സംബന്ധിച്ച് എന്തോ ഒരു ഇപ്പം ജില്ലാ പഞ്ചായത്ത് അങ്ങനെ ഒരു പദ്ധതി നമ്മളോട് ചേർന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചേർന്നിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചെറിയ കുട്ടികളിൽ ഷുഗർ കണ്ടമാനം ഇപ്പം ഉള്ളവരുണ്ട്. കണക്ക് എന്തെങ്കിലും വന്നു തുടങ്ങിയോ? കണക്കുകൾ ഇപ്പം ഒരു കുറെ കുട്ടികളിൽ നമ്മുടെ സ്കൂളുകളിൽ തന്നെയും ഉണ്ട്. അക്യൂട്ട് ഷുഗർ പേഷ്യൻസ് ആയിട്ടുള്ള 300-350 ഒക്കെ തന്നെയും കാണിക്കുന്ന കുട്ടികളെ. കാലമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് കുട്ടികൾ അതൊരു അങ്ങനെ കുട്ടികളുള്ളതെന്ന് എല്ലാവർക്കും ആ മേഖലയോട് ബന്ധപ്പെട്ടവർക്കെല്ലാം അറിയാം. ചെറിയ കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒരു ക്യൂറേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും നടപടികളോ തുടങ്ങി? നടപടികളായിട്ടൊക്കെ ഉപരി എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിഷയം തന്നെയാണ്. അത്ര ഒരു ചെറിയ പിന്നെ ഷുഗർ ഇങ്ങനെ പേഷ്യൻ്റ് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു വീട്ടിലുണ്ടോ എന്ന് പറയുമ്പോൾ ആ വീടിന്റെ മുഴുവൻ സ്ട്രക്ചറും നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. കാരണം കുട്ടികളെ സംബന്ധിച്ച് പ്രായമായവരെ സംബന്ധിച്ച് മധുരം ഉപയോഗിക്കുന്നതിനും മറ്റുള്ള കാര്യത്തിനൊക്കെ തന്നെ കുറെ സ്വയം നിയന്ത്രണമുണ്ട്. അപ്പൊ ഈ കുട്ടികളെ സംബന്ധിച്ച് മുട്ടായി പോലും കഴിക്കാനൊക്കാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ പഠനം നടത്തുന്നതുകൊണ്ട് പിന്നെ എന്ത് പ്രയോജനം? അങ്ങനെ ഒരു നടപടികളിലേക്ക് അല്ല, പഠനം നടത്തില്ല, അവർക്ക് ഇൻസുലിൻ കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ഹോസ്പിറ്റലിൽ പ്രാഥമിക ആരോഗ്യ വഴി ഇൻസുലിൻ കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു അതേപ്പറ്റി അപഗ്രഥിച്ച് ചില നടപടികളിലേക്ക് നീങ്ങേണ്ട ഒരു ആവശ്യമുണ്ട്, ആലോചിച്ച് ചെയ്യണം. കുടുംബശ്രീ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായി തോന്നിയത് ഈ ഔഷധ സസ്യ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഔഷധ നിർമ്മാണ യൂണിറ്റ് അത് പഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഔഷധ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ്? മാർക്കറ്റിംഗ് ഇപ്പം നമ്മളൊരു പിന്നെ അവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, ആയുർവേദ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നിർമ്മിച്ച് നമ്മൾ കൊടുക്കുന്നത്. എനിക്ക് അവസാനം ഒരു ചോദ്യമുണ്ട്, അതനുസരിച്ചിട്ട് വേണം 1 മാർക്ക് തീരുമാനിക്കാൻ.
ഇവിടെ സ്കൂളുകളിൽ സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ ഇല്ല എന്ന് എഴുതിയിരിക്കുന്നു. സത്യമാണോ? സത്യമല്ല. സത്യമല്ല. നിങ്ങളെഴുതി അംഗൻവാടികൾ എത്രയുണ്ട് അവിടെ? അംഗനവാടി 24 അംഗനവാടികൾ. അവിടെ 2 ശിശു സൗഹൃദ ടോയ്ലറ്റുകളെ ഉള്ളൂ എഴുതിയിരിക്കുന്നത്. ഇപ്പോഴത് 4 കൂടെ ആക്കിയിട്ടുണ്ട്. 4 കൂടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും കുഞ്ഞുങ്ങളോട് രക്ഷപ്പെട്ടു. ബാക്കിയുള്ള കുഞ്ഞുങ്ങളോ? എന്താ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമ്മുടെ 15 കൊല്ലമായി ആസൂത്രണത്തിന്റെ മുൻഗണന പഞ്ചായത്തിലേക്ക് വന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സൗകര്യം വേണം എന്നുള്ളതല്ലേ ആദ്യം തോന്നേണ്ടത്. മുൻ പ്രസിഡന്റ് പ്രതികരിച്ച ഒരു വിഷയം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതിനകത്ത് ഈ സൗഹൃദ ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു പ്രിസ്ക്രൈബ്ഡ് ശുചിത്വ മിഷൻ തയ്യാറാക്കി തന്നിട്ടുള്ള എസ്റ്റിമേറ്റ്. വെള്ളം വേണം, കപ്പ് വേണം, പിന്നെ പ്രായപൂർത്തിയായി വരുന്ന പെൺകുട്ടികൾക്ക് വേണ്ട മറ്റ് അനുസാരികൾ വേണം. ഇതൊക്കെ എല്ലാം വേണ്ടതല്ലേ? അത് നമുക്കൊരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റും കാര്യങ്ങളും ശുചിത്വ മിഷനിൽ നമ്മളത് വെച്ചിട്ട് ഈ പ്രിസ്ക്രൈബ്ഡ് എസ്റ്റിമേറ്റ് എന്നുള്ളതൊക്കെ സാങ്കേതികങ്ങളാണ്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണമെന്നുള്ളത് നമ്മുടെ ആവശ്യം. നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ അവിടെ പോകുന്നേ. അല്ല, ഇതൊക്കെ നമ്മൾ പ്രായോഗിക ഘട്ടത്തിലൂടെ നടക്കുമ്പം പിന്നെ എഞ്ചിനീയർമാർക്ക് ഓരോ സാങ്കേതിക വിഷയങ്ങളും കാര്യങ്ങളും. എഞ്ചിനീയർമാർ നിങ്ങളുടെ ഉദ്യോഗസ്ഥരാണ്. ശരിയാണ്. നിങ്ങൾ പ്രാദേശിക ഭരണകൂടം ആണ്. മുൻ പ്രസിഡന്റ് ഈ ലേഡീസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് എല്ലാ സ്കൂളുകളിലും ഉണ്ട്. ഉണ്ട് 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 പിന്നെ എന്താ ഇല്ലാന്ന് എഴുതി. 6 അംഗൻവാടികൾ പുതുതായിട്ട് അനുവദിച്ചാണ് ഇപ്പോൾ. അംഗൻവാടിയല്ല, സ്കൂളുകളിൽ സ്ത്രീ സൗഹൃദ ടോയ്ലറ്റ്. സ്കൂളുകളിൽ ലേഡീസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് എല്ലായിടത്തും ഉണ്ട് ഇല്ലേ? അപ്പൊ പിന്നെ ഉത്തരം വരെ ലളിതമാണ്. ഈ എഴുതിയിരിക്കുന്നത് തെറ്റാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. ഈ ഒരു പരിപാടിയിലൂടെ എല്ലാം അവതരിപ്പിക്കാനൊക്കെ സാധിച്ചോ പ്രേക്ഷകർക്ക് മുന്നിൽ? പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കിനി മാർക്സിലേക്ക് കിടക്കാം അല്ലേ? അർവിജി മാഷ് 15-ൽ 11.5, 15-ൽ 10, 10-ൽ 7, 10-ൽ 8. കടമ്പനാട് ഗ്രാമപഞ്ചായത്തിന് 60-ൽ 44.5 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ ഈ പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോമാറ്റ് GKE സ്പേസ് KDBD സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. കടമ്പനാട്ടിൽ നിന്നും ഗ്രീൻ കേരള എക്സ്പ്രസ് ഇനി സഞ്ചരിക്കുന്നത് കൊല്ലം ജില്ലയിലുള്ള കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്കാണ്. പക്ഷേ അതിനു മുൻപായി ഒരു ഷോർട്ട് ബ്രേക്ക്. വേണ്ട നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ, വേണ്ട വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും കോന്തലക്കെട്ടിൽ നിന്ന് നാരങ്ങ മിഠായും കപ്പലണ്ടി മിഠായും നെല്ലിക്കയും ഒക്കെ രുചിച്ചറിയാനുള്ള അവസരം ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് പലപ്പോഴും ലഭിക്കാറില്ല. വസ്ത്രരീതിയിൽ വന്ന മാറ്റങ്ങൾ മാത്രമല്ല ഇതിന് കാരണം. അണുകുടുംബങ്ങൾ വന്നതോടുകൂടി വീടുകളിലെ വൃദ്ധന്മാരും കുട്ടികളുമായിട്ടുള്ള കളിച്ചിരി തമാശകളും ഏറെക്കുറെ കുറഞ്ഞിരിക്കുന്നു. തരിശുരഹിത നെൽകൃഷിയോടൊപ്പം തന്നെ വയോജനങ്ങൾക്കായുള്ള പദ്ധതിയുമായിട്ടാണ് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നമുക്കവരെ സ്വാഗതം ചെയ്യാം. കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത്. കുന്നത്തൂരിൽ നിന്നും ഇന്ന് നമ്മോടൊപ്പമുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KR ഉണ്ണി, വൈസ് പ്രസിഡന്റ് ശ്രീ N ചന്ദ്രശേഖരൻ പിള്ള, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി B അരുണാമണി, സെക്രട്ടറി ശ്രീ CN മോഹനചന്ദ്രൻ പിള്ള, കൂടാതെ മെമ്പർ ശ്രീ B പാപ്പച്ചൻ. പഞ്ചായത്ത് പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കും. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിചയപ്പെടുത്തി തരാമോ? കൊല്ലം ജില്ലയുടെ
വടക്കേ അറ്റത്ത് പത്തനംതിട്ട ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്താണ് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത്, കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത്. നമ്മുടെ മലയാള ഹാസ്യ സാഹിത്യത്തിൽ സഞ്ജയന് ശേഷം ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ച ശ്രീ ഇ വി കൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലമാണ് അടൂർ ഫാസിയുടെ അച്ഛൻ. ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത ഇഞ്ചക്കാട് എന്ന് പറയുന്ന ആ തറവാട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ഇനി ഇതിന്റെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണെന്നറിയാം. ഗ്രാമകാഴ്ചകളിലേക്ക്. ഇത് കുന്നത്തൂർ പഞ്ചായത്തിലെ ഒരു പ്രധാന പാലമാണ്. ഈ കാണുന്ന കല്ലടയാറിന് കുറുകെ 1964 ഈ പാലം തുറന്നു കൊടുത്തതിന് ശേഷമാണ് കുന്നത്തൂർ പഞ്ചായത്തിലേക്ക് വികസനത്തിന്റെ വെള്ളി വെളിച്ചം വീശിയത്. കുന്നുകളാൽ ചുറ്റപ്പെട്ട നാടായതിനാലാവാം ഇവിടം കുന്നത്തൂർ എന്നറിയപ്പെടാൻ കാരണം. മഹാഭാരതത്തിൽ ഭീമൻ കീചകനെ വധിച്ചത് കുന്നത്തൂരിലാണെന്നാണ് ഐതിഹ്യം. കേരളത്തിലെ തന്നെ ആദ്യകാല ഗ്രന്ഥശാലകളിൽ ഒന്നാണിത്. ചങ്ങനാശ്ശേരി സ്മാരക ലൈബ്രറി. സർദാർ KM പണിക്കരായിരുന്നു ഇതിന്റെ ആദ്യകാല രക്ഷാധികാരി. മലയാളത്തിന്റെ അതുല്യ ഹാസ്യ സാഹിത്യകാരൻ EV കൃഷ്ണപിള്ളയുടെ നാടുകൂടിയാണിത്. എന്നാൽ കുന്നത്തൂരിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മ ഈ ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങൾ മാത്രമാണ്. കുന്നത്തൂർ പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന പ്രധാന പദ്ധതികളിലൊന്ന് മുതിർന്ന പൗരന്മാർ ആരോഗ്യ പരിപാലനത്തിലൂടെ മുഖ്യധാരയിലേക്ക് എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയും, മറ്റൊന്ന് കഴിഞ്ഞ 32 വർഷക്കാലമായി തരിശുകിടന്ന ചേലൂർ ചേറുവയൽ പുഞ്ചകൃഷി, ഏകദേശം 60 ഏക്കറോളം വരുന്ന കഴിഞ്ഞ 32 വർഷക്കാലമായി തരിശുകിടന്ന ആ പാടം ഞങ്ങൾ ഈ വർഷം അത് കൃഷി ചെയ്ത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. കുന്നത്തൂരിന്റെ വികസന കാഴ്ചകൾ കാണാൻ മടങ്ങിയെത്താം. പഞ്ചായത്തിന്റെ വയോജന പരിപാലന പദ്ധതിയിൽ ഇവിടുത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. നമ്മൾ ഇപ്പോൾ പോകുന്നത് കുന്നത്തൂരിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്കാണ്. പഞ്ചായത്തിലെ വയോജനങ്ങൾക്കെല്ലാം തന്നെ സമഭാവനയോടെ പഞ്ചായത്ത് ചികിത്സയും ബോധവൽക്കരണവും നൽകുന്നു. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ജനങ്ങളുടെയും ആരോഗ്യ വകുപ്പിന്റെയും പിന്തുണയുണ്ട്. പഞ്ചായത്ത് നടപ്പാക്കുന്ന വയോജന പരിപാലന പദ്ധതിയിൽ ഇവിടുത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രം എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് ഇവിടുത്തെ ഡോക്ടറോട് തന്നെ ചോദിക്കാം. ഇത് ഡോക്ടർ വൈജയന്തിമാല. നാഗർകോവിൽ സ്വദേശിനിയായ ഡോക്ടർ കഴിഞ്ഞ 3.5 കൊല്ലമായി ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ സേവനമനുഷ്ഠിക്കുന്നു. ഡോക്ടർ, പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് വയോജന പരിപാലന പദ്ധതിയിൽ. അതിലെങ്ങനെയാണ് ഈ പ്രൈമറി ഹെൽത്ത് സെന്ററും അതുപോലെ ഡോക്ടറും ഇടപെട്ട് പ്രവർത്തിക്കുന്നത്? ഇത് ഈ പദ്ധതി 2 പ്രോജക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയത്. ഒന്ന് SC/ST പ്രോജക്റ്റ്, ഒന്ന് ജനറൽ പ്രോജക്റ്റ്. SC/ST പ്രോജക്റ്റിന് 1.5 ലക്ഷം രൂപയും ജനറൽ പ്രോജക്റ്റിന് 1 ലക്ഷം രൂപയാണ് കിട്ടിയത്. ഈ പ്രോജക്റ്റ് നമ്മൾ പഞ്ചായത്തിൻ്റെ അംഗീകാരത്തോട് നമ്മുടെ THCയിലെ ആശാ പ്രവർത്തകരുണ്ട്, ആരോഗ്യ പ്രവർത്തകർ, ഇവർ 2 പേരെയും കൂടെ കൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ 65 വയസ്സിന് മുകളിലുള്ള എല്ലാവരുടെയും സർവേ നടത്തി. സർവേ നടത്തിയതിനു ശേഷം എല്ലാ വയോജനങ്ങൾക്കും ഹെൽത്ത് കാർഡുകൾ നൽകി ചികിത്സാ ക്യാമ്പുകൾ നടത്തി. കാഴ്ച പരിശോധിച്ച് കണ്ണട നൽകുകയും രക്തപരിശോധന നടത്തുകയും ചെയ്തു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പ്രത്യേക ചികിത്സാ പാക്കേജുകളും രൂപീകരിച്ചു. പഞ്ചായത്തിന്റെ വയോജന പരിപാലന പദ്ധതിയിലെ ഒരംഗത്തിന്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ കടന്നെത്തിയിരിക്കുന്നത്.
അമ്മമ്മയ്ക്ക് ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങളാണ്